രാത്രിയുടെ ഭംഗി അത് ഇറങ്ങി ആസ്വദിച്ചാലേ മനസ്സിലാവും, അല്ലേ അച്ചു? രാത്രിയെപ്പോലെ സുന്ദരവും ശാന്തവുമായൊരവസ്ഥ വേറെയില്ല. അതാണല്ലോ എഴുത്തുകാർക്ക് രാത്രി പ്രിയങ്കരമാവുന്നത്. രാത്രിയെക്കുറിച്ച് എഴുതിയാ തീരില്ല. പകല് കാണുന്ന കാഴ്ചകൾ പോലും രാത്രിയിൽ ഒരു ചെറിയ വെളിച്ചത്തിൽ എത്ര ഭംഗിയുണ്ടാവുമെന്നറിയോ? സച്ചേന് യാത്രകൾ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പക്ഷേ എന്റെ സ്പോട്ടുകൾ ഹിൽ സ്റ്റേഷൻസ് ആണ്. വലിയ മലകളും പുഴയും കാടും. അതൊരു വല്ലാത്ത വശ്യഭംഗിയാ. നേർത്ത മഞ്ഞില് മലകളെ കാണാൻ ഭയങ്കര ഇഷ്ടം. ആ മഞ്ഞിലൂടെ യാത്ര ചെയ്യണം. റാഫിയുടെയോ ഉമ്പായുടെയോ ഗസൽ ഫീലും വേണം. എനിക്ക് യാത്ര ചെയ്യാൻ ഒത്തിരി ഇഷ്ടം സച്ചേട്ടാ. പക്ഷെ എവിടെയും പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോകാൻ ആഗ്രഹിക്കും, പക്ഷെ നടക്കില്ല. വീട്ടിലെല്ലാവർക്കും പേടിയാ എന്നെ വിടാൻ. ഞാനും അധികം ടൂറൊന്നും കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് പോയിട്ടില്ല. ഇപ്പൊ പിന്നെ ബിസിനസ് കാര്യങ്ങൾക്ക് പോകുമ്പോ ചിലപ്പോ നല്ല വല്ല സ്പോട്ടും ഉണ്ടെങ്കിൽ ഒന്ന് പോവും, അത്ര തന്നെ. ഒരു കാലത്ത് എനിക്കും സന്ദീപിനും രാത്രി കാലങ്ങളിൽ ഇത് തന്നെ ആയിരുന്നു പതിവ്. അവൻ ഇടയ്ക്ക് വന്ന് പതുക്കെ തട്ടി വിളിക്കും, പോയാലോ എന്ന്. ഓഹോ, അപ്പൊ ചേട്ടനും അനിയനും ഇതായിരുന്നല്ലേ പണി? പാവം, ഞാൻ കാരണം അവന്റെ സന്തോഷം ഇല്ലാണ്ടായി. ഇനി ഒരു ദിവസം അവനെയും കൂട്ടി ചാടാ. അല്ല, ഇതുവരെ ആരും നിങ്ങളെ കണ്ടുപിടിച്ചില്ലേ? ആ, മുമ്പൊരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, അങ്ങനെ കണ്ടുപിടിച്ചു. ഞങ്ങളായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എനിക്കിപ്പോ എന്താ പറയണ്ടെന്ന് അറിയില്ല സച്ചേട്ടാ. നൂല് പൊട്ടിയ പട്ടം പോലെയാ ഞാൻ. വീട്ടിലെ അച്ഛനും അമ്മയും രാത്രി മുറ്റത്തിറങ്ങാൻ പോലും സമ്മതിക്കില്ല, പേടിപ്പിക്കും. ഈ നൈറ്റ് ലൈഫ് എന്നൊരു കൾച്ചർ തന്നെയുണ്ട്. രാത്രി കാലങ്ങളിൽ പുറത്തിറങ്ങുക, ഫുഡ് കഴിക്കുക, നിലാവിനെ കണ്ട് നടക്കുക. അത് എൻജോയ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അതൊരു പ്രത്യേക ഫീലാ. അതില് പെണ്ണുങ്ങളും കാണുമോ? പിന്നെ പെണ്ണുങ്ങളും ഒക്കെ കാണും. അവര് സിനിമാ കഥകളും മറ്റു കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്തിരിക്കും. നിങ്ങൾ എന്താണാവോ ചർച്ച? കമ്പിയുടെ വില, സിമെന്റിന്റെ വില, ഇതൊക്കെ ആവുമല്ലോ. അല്ലാതെ വേറെ എന്ത് ചർച്ച ചെയ്യാനല്ലേ? താൻ കളിയാക്കണ്ട, അതും നമ്മുടെ ചർച്ചയിൽ വരും. പക്ഷേ ഞങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത് പുതിയ പുതിയ ഡിസൈൻസിനെ കുറിച്ചാ. ഭയങ്കര രസാ. പറഞ്ഞു പറഞ്ഞ് അടി വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. സച്ചേട്ടാ, എനിക്കൊരാഗ്രഹമുണ്ട്. നിങ്ങളിപ്പോ കോടീശ്വരന്മാർക്ക് വേണ്ടിയല്ലേ വില്ലകളും ഫ്ലാറ്റുകളൊക്കെ ഉണ്ടാക്കുന്നത്? സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇടത്തരക്കാർക്ക് പറ്റുന്ന തരത്തിലുള്ള എക്കോ ഹോംസ് ചെയ്യാൻ പറ്റില്ലേ? ആശയം കൊള്ളാം, പക്ഷേ എങ്ങനെ വർക്കൗട്ട് ആവും നോക്കണ്ടേ? അതൊക്കെ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് സംസാരിക്കാം. അച്ചു, ദാ ആ കാണുന്നതാണ് കൃഷ്ണൻകുട്ടി ചേട്ടന്റെ കൊച്ചു ചായക്കട. വാ. കൃഷ്ണൻകുട്ടി ചേട്ടാ. ആ, കുറെ കാലം ആയല്ലോ സാറിനെ ഇങ്ങോട്ട് കണ്ടിട്ട്. സ്ഥിരം ചായ അല്ലേ രണ്ടുപേർക്കും? പിന്നല്ലാതെ. ആ കടുപ്പത്തിലുള്ള ചേട്ടന്റെ സ്പെഷ്യൽ ചായങ്ങി പോരട്ടെ. മോക്ക് എങ്ങനെയാ കടുപ്പം? അധികം കടുപ്പൊന്നും വേണ്ട ഏട്ടാ. വാ, അവിടെ ഇരിക്കാം. ആ, സച്ചി സാറേ. ആ, അമലെ, രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ എങ്ങനെ പോകുന്നു? എന്തു പറയാനാ, അതൊക്കെ ഒരു തന്ത്രത്തിൽ അങ്ങനെ പോകുന്നു. സച്ചി സാറേ, നമ്മൾ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി ചെറിയൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. സാർ സഹായിക്കണം. വീട്ടിലോ ഓഫീസിലോ വന്നാൽ മതി. ശരി. ആ ചേട്ടാ, കടുപ്പത്തിലൊരു ചായ. ആ ചേട്ടാ, മോളിപ്പോ എവിടെ പഠിക്കുന്നേ? നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി സാറേ, പക്ഷെ വിടാൻ നിവർത്തിയില്ല. ഏയ്, അവള് പഠിക്കട്ടെ. എത്ര ഫീസെന്ന് വെച്ചാ നമുക്ക് അടയ്ക്കാം. ചേട്ടൻ പറഞ്ഞാൽ മതി. സാറിനെ പോലെ ഒരാളുണ്ടെങ്കിൽ എന്റെ മോള് ഡോക്ടർ വരെ ആവും. ചായ എങ്ങനെയുണ്ട് മോളെ? നല്ല ചായ. നല്ല ചായ ആണെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ഞാൻ അർച്ചന ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവന്നേ.
ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒരുപാട് സന്തോഷമായി സച്ചേട്ടാ. മനസ്സിൽ നിന്ന് ഒരു ഭാരം ഒഴിഞ്ഞു പോയതുപോലെ. അത് തന്നെയായിരുന്നു എന്റെ ലക്ഷ്യം. തന്റെ മനസ്സൊന്നും തണുക്കട്ടെ എന്ന് വിചാരിച്ച ഞാൻ ഇത്രയും കാട്ടിക്കൂട്ടിയെ. ഹലോ ഹലോ, എവിടേക്കാ ഈ നട്ടപ്പാതിരാത്രിക്ക് രണ്ടുപേരും കൂടി ഒരു സർക്കിട്ട്? എന്താണ് അത് മിണ്ടാതെ നിൽക്കുന്നേ? ചോദിച്ചു കേട്ടില്ലേ? രാത്രിയിൽ വേറെ പരിപാടിയുമായിട്ട് ഇറങ്ങിയതായിരിക്കും. ചോദ്യം മനസ്സിലായില്ല. ഇവൾ ആരാ നിന്റെ? ഇതെന്റെ ഭാര്യ. എന്താ സാറിന് സംശയമുണ്ടോ? ഉണ്ട്, അതാണല്ലോ ചോദിച്ചത്. നീ അവന്റെ ഭാര്യയാണോടി? എന്താ സാറിന് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇവളെന്റെ ഭാര്യ. പിന്നെ എടി പോടി വിളി അതൊന്നും വേണ്ട സാറേ. മാന്യമായിട്ട് സംസാരിക്കണം. ഇതേതോ വലിയ ഏമാന. ചട്ടവും നിയമമൊക്കെ പറയാൻ തുടങ്ങി. ആരെ എങ്ങനെ വിളിക്കണമെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നീ ഞങ്ങളെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. അവന്റെ പോക്കറ്റും തപ്പി നോക്ക്, വല്ല ഐറ്റംസും കാണും. ഏയ്, എന്തിനാ എന്റെ പോക്കറ്റ് തപ്പുന്നേ? വഴിയെ പോകുന്ന സകലരുടെയും ബാഗും പോക്കറ്റും തപ്പാൻ സാറിന് വകുപ്പിന്റെ ഓർഡർ ഉണ്ടോ? ഓർഡർ ഉണ്ടെങ്കിലേ സമ്മതിക്കൂന്ന്. സംശയം തോന്നുന്ന ഏതൊരുത്തിനെയും ഒരുത്തിയെ സെർച്ച് ചെയ്യാൻ പോലീസിന് അധികാരമുണ്ട് കേട്ടോടാ. പരിശോധിക്കേ. നിങ്ങക്ക് എന്താ പരിശോധിക്കേണ്ടത്? എന്റെ ദേഹത്തോട്ടാണല്ലോ. തൊട്ടത് എന്ത് ചെയ്യും? സാറ് വിവരം അറിയും. പബ്ലിക്കിന് ഒരു തരത്തിലുള്ള ന്യൂസൻസ് ഉണ്ടാക്കാതെ പോയ ഞങ്ങളെ തടഞ്ഞു നിർത്തി മനഃപൂർവ്വമായിട്ട് അപമാനിക്കാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കാൻ ഇവിടെ നിയമ സംവിധാനം ഉണ്ട് സാറേ. നിങ്ങൾ മാത്രമല്ലല്ലോ നിയമത്തിന്റെ അവസാന വാക്ക്, ആണോ? ഓ, അങ്ങ് കസറുവാണല്ലോ. എടുക്ക്, നിന്റെ ഇവളുടെ ID കാർഡ് എടുക്ക്. അർച്ചന നിക്ക്. രാത്രി ഒരു ചായ കുടിക്കാൻ ഇറങ്ങുന്നതിന് ID കാർഡ് ആവശ്യമുണ്ടോ സാറേ? വേണ്ടാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. ഇതെന്താ സാറേ, ഇവിടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയോ അതോ നിശാ നിയമോ? എന്താ സംഭവം? ചായ കുടിക്കാൻ തന്നെയാണോ അതോ? അതിപ്പോ എനിക്ക് ആരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എന്ത് കാരണത്താലും രാത്രി പുറത്തിറങ്ങാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? എന്നാലല്ലേ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. നീ കൂടുതലും നിയമം പറഞ്ഞാലേ അടിച്ചു തൂക്കി ജീപ്പിടും ഞാൻ കേട്ടോടാ. നിയമം പറയും സാറേ. പറയാനും പ്രാവർത്തികമാക്കാനും വേണ്ടിയുള്ളതാണ് നിയമം. പിന്നെ അടിച്ചു തൂക്കി കൊണ്ടുപോകുമെന്നൊക്കെ ഉള്ളത് സാറിന്റെ വെറും തോന്നല. എന്നാ പിന്നെ രണ്ടും ജീപ്പിട്ട് കയറ്. പിടിച്ച് കേട്ടോ. സാർമാർക്ക് നിയമം അറിയില്ലല്ലേ? ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു വനിതാ പോലീസ് നിർബന്ധമാണ്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് എന്റെ ഭാര്യ അറസ്റ്റ് ചെയ്യാൻ പറ്റും? അത് മാത്രമല്ല, ഇപ്പൊ സമയം എത്രയായി? പാതിരാത്രി ഒരു സ്ത്രീയെ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം ഒഴികെ സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുമ്പും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓഹോ, സാറ് പുച്ഛിക്കണ്ട. ഇതൊക്കെ ഞങ്ങളെ പോലുള്ള സാധാരണ പൗരന്മാർക്ക് വേണ്ടി ഭരണഘടന എഴുതിയിട്ടുള്ളൂ. എന്താ സാറേ, എന്താ പ്രശ്നം? ഇവനോട് വിവരങ്ങൾ ചോദിച്ചപ്പോ പറയാൻ വയ്യ. എന്താണെന്ന് ചോദിക്കണമല്ലോ. അതുകൊണ്ട് അങ്ങ് തറവാട്ടി കൊണ്ടുപോയി ചോദിക്കാന്ന് വെച്ചു. വല്ല മയക്കുമരുന്ന് കേസാണെന്ന് അറിയില്ലല്ലോ. കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. സാറ് വെറുതെ തെറ്റിദ്ധരിക്കണ്ട. ഇവരെയൊക്കെ നമുക്ക് നന്നായി അറിയാവുന്ന ആൾക്കാരാ. സാറിന്റെ SP സൈമൺ സാറില്ലേ? സാറിന് വേണ്ട രേഖകള് ഞാൻ സൈമൺ സാറിന്റെ കൊടുത്തോളാം. സാറിനോടൊന്നും ചോദിച്ചാൽ മതി സച്ചിദാനന്ദനെ അർച്ചനെ അറിയാമോന്ന്. ചിലപ്പോ സാറിന് വേണ്ടത് അവിടുന്ന് തന്നെ കിട്ടും. ഞാനിപ്പോ ഒന്ന് വിളിച്ചാൽ മതി. ബാക്കി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. എന്റെ സാറേ, ഇത് നെല്ലിശ്ശേരി സേതുമാധവന്റെ മകൻ സച്ചിദാനന്ദനാണ്, നെല്ലിശ്ശേരി ഗ്രൂപ്പിന്റെ MD. ഇത് എന്റെ ഭാര്യ അർച്ചന സച്ചിദാനന്ദൻ. സാർ ഒന്നിഞ്ഞു വന്നേ. എന്താടോ സാറേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, വിട്ടേക്ക്. നെല്ലിശ്ശേരി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവർ ചില്ലറക്കാരല്ല. സാറേ, ആ SIക്ക് ആളെ വേണ്ടത്ര പരിചയമില്ലാത്തോണ്ട് പറ്റിയതാ. സാർ കാര്യമാക്കണ്ട. മോള് പേടിക്കണ്ട കേട്ടോ. പടാ.
പേടിച്ചു പോയതാൻ. സച്ചേന്റെ ധൈര്യം കണ്ടപ്പോ പേടിയൊക്കെ പോയി. അവര് നമ്മളെ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുവരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അതിനൊന്നും നിയമമില്ല. ഏത് സമയത്തും ഒരു സ്ത്രീയെ കൊണ്ട് പോലീസിന് പോകണമെങ്കിൽ കൂടെ വനിതാ പോലീസും വേണം. ഇല്ലെങ്കിലേ അമാര് പെടും. ഇത് ചുമ്മാ ഷോ. തന്നെ കണ്ടപ്പോ അവനൊന്ന് ഷൈൻ ചെയ്യാൻ നോക്കിയതാ, അത്ര തന്നെ. അയാളുടെ വൃത്തികെട്ട നോട്ടം കണ്ണിന്റെ ഒരു കുത്തു കൊടുക്കാനാ തോന്നിയത്. നമ്മൾ ശരിയാണെങ്കിൽ നമ്മൾ ആരുടെ മുമ്പിലും തല ഉനിക്കേണ്ട ആവശ്യമില്ല. അതിന് പോലീസ് ആണെങ്കിലും പട്ടാളമാണെങ്കിലും. സച്ചേട്ടാ, സെക്യൂരിറ്റി. അയാൾ ഇപ്പോഴും നല്ല ഉറക്കമായിരിക്കും. മതില് ചാടിയേ നിവർത്തിയുള്ളൂ. ഇറങ്ങിയ വഴി തന്നെ തിരിച്ചു കേടാം. വാ. ഞാനിവിടെ കുനിഞ്ഞിരിക്കാം. താം ചവിട്ടിക്കറിക്കോ. ദേവി ഇത് പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. കേറ്. സച്ചേട്ടാ, ഇനി എങ്ങനെ അകത്തേക്ക് പോവും? ഇത്രയും നേരം കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയ ആള് ഇപ്പൊ കറങ്ങാൻ ഇറങ്ങിയോ? നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ തന്നെ അയാൾ അകത്തേക്ക് പൊയ്ക്കോളും. നമുക്ക് കേറിപ്പോയാലോ? വേണ്ട, എടുത്തി പോട്ടെ. അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. വെറുതെ എന്തിനാ ഒരു ചോദ്യം പറച്ചിലും? മരിച്ചാലും മറക്കില്ല സച്ചേട്ട ഈ രാത്രി. ഇത്രയും ത്രില്ലിംഗ് ആയൊരു രാത്രി തന്നതിന്, എന്നെ സന്തോഷിപ്പിച്ചതിന്, അങ്ങനെ ഈ രാത്രിയിലെ സകല സന്തോഷങ്ങൾക്കും ഞാൻ എങ്ങനെയാ നന്ദി പറയേണ്ടത്? ഒന്നും വേണ്ട അച്ചു, കിടന്നൊന്ന് ഉറങ്ങിയാ മതി.
ഇത് എന്റെ ഭാര്യ അർച്ചന സച്ചിദാനന്ദൻ. പുതിയ തീരങ്ങൾ തേടാനോ പതിയെ ഞാനേകനാ ഇടറി വീഴുന്നിതാ ഞാനീ പഴയ തീരങ്ങളിൽ. നീയാ താരം തേടുന്നു ഞാൻ ദൂരെ ദൂരെ പോവാതെ നീ മായുന്നു സ്നേഹമാംഗല്യം നോവുന്നു മോഹമാലയം മായുന്നു സ്നേഹമാംഗല്യം നോവുന്നു മോഹമാലയം മായുന്നു സ്നേഹമാ സോറി. ഇന്നലെ വല്ലാതെ ക്ഷീണിച്ചു പോയി. അറിയാതെ ഉറങ്ങിപ്പോയി. ഇന്നലെ എവിടെ കിടന്നെന്ന് പോലും ഞാൻ അറിഞ്ഞില്ല. സച്ചേട്ടൻ കട്ടിലിൽ കിടന്നുറങ്ങിക്കോ. അച്ഛാ, അച്ഛാ, ഇതെവിടെ പോയി? മോളെ, നീ അച്ഛനെ കണ്ടോ? മുറിയിൽ കാണുന്നില്ല. ഞാൻ കണ്ടില്ല ഏട്ടത്തി, ഞാൻ ഇപ്പോഴാ താഴേക്ക് വരുന്നേ. പിന്നെ ഇതെവിടെ പോവാനാ രാവിലെ? ഇവിടെ എവിടെയെങ്കിലും കാണും. ആ എടുത്തി, അച്ഛൻ എവിടേക്കാ പോയെന്നറിയോ? ഇവിടെ എങ്ങും കാണുന്നില്ല. ഇല്ല, ഞാൻ കണ്ടില്ല. ഇനി നടക്കാനെങ്ങാനും പോയി കാണോ? നടക്കാനൊന്നും അച്ഛൻ പോവില്ലല്ലോ. അങ്ങനെ പോയാലും എന്നെ കൂടെ വിളിക്കും. ഒറ്റയ്ക്ക് എന്തായാലും പോവില്ല. സ്നേഹ, മുകളിലത്തെ ബാൽക്കണിയിലൊന്ന് പോയി നോക്ക്. ചിലപ്പോ രാവിലെ സച്ചിയുടെ അടുത്തോ സന്ദീപിന്റെ അടുത്തോ ഉണ്ടാവും. ഒന്ന് ചെല്ലു മോളെ. ആ നീ എപ്പോഴാ അച്ഛൻ ഇല്ലാന്ന് ശ്രദ്ധിച്ചേ? ഞാൻ അച്ഛന് കോഫിയായിട്ട് വന്നപ്പോ മുറിയിൽ കാണാനില്ല. ആ മോളെ, അവിടെ ഉണ്ടോ? ഇവിടെയൊന്നും ഇല്ല ഏട്ടത്തി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അച്ഛന്റെ ഫോൺ മുറിയിലുണ്ടോ നോക്കി. ഇല്ല അടുത്തേ, കാണുന്നില്ല. ഞാൻ അച്ഛനെ വിളിക്കുന്നേ. കോള് പോകുന്നുണ്ടോ? ഉണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. എടുത്തേ, എനിക്കെന്തോ പേടി തോന്നുക. രാവിലെ മരുന്ന് കഴിക്കേണ്ടത് അച്ഛന്. ഇനി പുറത്തെങ്ങാനും പോയിട്ട് വല്ല തലചുറ്റലും മറ്റോ വന്നോ? അമ്പിളി, എത്ര മണിക്കാ നീ രാവിലെ ജോലിക്ക് വരുന്നേ? എന്നും ഈ സമയത്താണോ വരാറ്? അല്ല മേഡം, ഞാനിവിടെ വന്നിട്ടാ പച്ചക്കറി വാങ്ങാൻ പോയേ. അമ്പിളിച്ചി, അച്ഛനെ കണ്ടായിരുന്നോ? രാവിലെ സാർ കാറ് കയറി പോയല്ലോ. എവിടേക്ക്? അതറിയില്ല. ഈ അച്ഛന്റെ ഒരു കാര്യം, എവിടെയെങ്കിലും പോവാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? ആ അച്ഛനാ. അച്ഛൻ എവിടെ രാവിലെ പോയത്? ആരോടും പറയാതെ. മോളെ, ഞാനൊന്ന് ആശ്രമം വരെ പോവാ. പേടിക്കണ്ട, സ്വാമിജി വന്നിട്ടുണ്ട്. ഒന്ന് കണ്ട് സംസാരിക്കണം. ആരോടൊന്നും പറയാൻ പറ്റില്ല. വന്നിട്ട് വിശേഷങ്ങൾ പറയാം. അച്ഛൻ എവിടെയാ? ആ, അച്ഛൻ ആശ്രമത്തിൽ പോവാന്ന്. സമാധാനായി. പോയിട്ട് വരട്ടെ. അച്ഛൻ അതാണ് സമാധാനമെങ്കിൽ നമ്മളായിട്ട് തടയണ്ട.
It's my sweet cup. So sweet to the heart.